ഹായ് ഫ്രണ്ട്സ്, മഹാരാഷ്ട്ര ഇലക്ഷൻ റിസൾട്ട് സൃഷ്ടിച്ച ആ ഒരു പോസിറ്റിവിറ്റി മാർക്കറ്റിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനെ ഒരു പരിധിവരെ പുറകോട്ട് വലിച്ചത് അദാനിക്കെതിരെ വന്ന ആരോപണമായിരുന്നു. എന്നാൽ പതിവ് പോലെ തന്നെ അദാനി ഈ ആരോപണങ്ങളിൽ നിന്നൊക്കെ തടിയൂരുന്ന ലക്ഷണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടാതെ നമ്മൾ മാർക്കറ്റിൽ പോസിറ്റിവിറ്റി വർദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈങ് ആയിരുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയേഴ്സ് ആയിട്ട് തുടരുകയാണ്. ഇന്നും അവർ നെറ്റ് ബയേഴ്സ് ആണ്. പക്ഷെ ഇന്നത്തെ ആ ഒരു നെറ്റ് ബൈങ് വാല്യൂ നമുക്ക് 7 കോടിയോളം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതായത് അവരുടെ ആ ഒരു ബൈങ്ങിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിലും ഇപ്പോഴും അവർ ഹെവി ആയിട്ട് സെല്ല് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അദാനി കമ്പനികളിൽ ഇന്നുണ്ടായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി അതിൻ്റെ പ്രധാനമായിട്ട് കാരണമായിട്ട് വന്നത് അദാനി ഗ്രൂപ്പ് അവർ എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചിട്ടുള്ള ഈ റൂമർ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മീഡിയകളിലൊക്കെ വന്നിട്ടുള്ള വാർത്തകളുടെ ഒരു ക്ലാരിഫിക്കേഷൻ ഇവർ എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചതായിട്ട് കാണാം. അപ്പോൾ അദാനിക്കെതിരെ വന്ന കുറ്റപത്രത്തിൽ അദാനിയെ കൂടാതെ തന്നെ മറ്റ് പല പേരുകളും ഉണ്ടായിരുന്നു. അതുപോലെ ആ ഒരു കുറ്റപത്രം എന്ന് പറയുന്നത് 5 തരത്തിലുള്ള ചാർജുകൾ ആ ഒരു കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിലേറ്റവും ഗൗരവമേറിയ 1ാമത്തെ ചാർജിലും അതുപോലെ 5ാമത്തെ ഏറ്റവും ഗൗരവമേറിയ ചാർജിലും ഗൗതം അദാനിയുടെയോ അതുപോലെ സാഗർ അദാനിയുടെയോ പേര് വന്നിട്ടില്ലെന്നാണ് ഈ ഒരു ക്ലാരിഫിക്കേഷനിൽ അദാനി ഗ്രൂപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1ാമത്തെ ആ ഒരു ഗൗരവമേറിയ ചാർജ് എന്ന് പറയുന്നത് FCPA അഥവാ US ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് എന്ന് പറയുന്ന ആക്റ്റാണ്. ആ ആക്ടിൻ്റെ പരിധിയിൽ ഇവർ രണ്ടുപേരുടെയും പേരില്ല എന്നുള്ളതാണ് ഈ ക്ലാരിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു നിയമം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്മുടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പോലെയുള്ള US-ലുള്ള ആക്റ്റാണ്. അപ്പോൾ ആ ഒരു ചാർജിൽ ഇവരുടെ പേര് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രൈബറിയുമായി ബന്ധപ്പെട്ട യാതൊരു ചാർജസും ഇല്ല എന്നാണ് ഇവർ കൊടുത്തിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ. അതേപോലെ തന്നെ 5ാമത്തെ ഒരു ചാർജ് ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു ചാർജിലും ഇവരുടെ പേരുകൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗൗരവമേറിയ 2 ചാർജുകളിൽ നിന്ന് ഇവർ ഒഴിവായിട്ടുണ്ട്. എന്നാൽ 3 മറ്റ് ചാർജുകൾ അത്ര ഗൗരവമല്ലാത്ത ചാർജുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. അതിലൊന്ന് അലേജ്ഡ് സെക്യൂരിറ്റീസ് ഫ്രോഡ് കോൺസ്പിറൻസി, അതുപോലെ അലേജ്ഡ് വയർ ഫ്രോഡ് കോൺസ്പിറസി, അതുപോലെ അലേജ്ഡ് സെക്യൂരിറ്റീസ് ഫ്രോഡ്. ഇങ്ങനെയുള്ള 3 ചാർജുകൾ ഇവർക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ഇവർ സമ്മതിക്കുന്നുമുണ്ട്. അപ്പോൾ അദാനിയുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് അദാനി സ്റ്റോക്കുകളിൽ ബുള്ളിഷ് ആയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏകദേശം 10 മുതൽ 20% വരെ ഒരു റിക്കവറി അദാനി സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് അദാനി ഗ്രീൻ, അദാനി പവർ പോലെയുള്ള ഈ ആരോപണങ്ങൾ ഡയറക്റ്റായിട്ട് നേരിട്ടിട്ടുള്ള ആ ഒരു സ്റ്റോക്കുകളിലാണ് വലിയൊരു റിക്കവറി നമ്മൾ കാണുന്നത്. അപ്പോൾ ഏതായാലും അദാനിയുടെ ഈ ഒരു ക്ലാരിഫിക്കേഷൻ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി നിറയാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ശുഭകരമായ ഒരു വാർത്ത വന്നിട്ടുള്ളത് ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ നിന്നാണ്. അതായത് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തിരുന്നു. അതായത് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആ ഒരു യുദ്ധം കഴിഞ്ഞ 13 മാസങ്ങളായി തുടർന്ന് വന്നിരുന്ന ആ ഒരു യുദ്ധം അതിൻ്റെ ഒരു സീസ് ഫയർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ട് കൊണ്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു അനൗൺസ്മെൻറ്റും മൊത്തത്തിൽ ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ വലിയൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ ഉള്ള ആ ഒരു ഫ്ലക്ച്വേഷൻ വലിയ തോതിൽ ഉണ്ടാവില്ലെന്നും അത് ഒരു സ്റ്റെബിലിറ്റി നേടും എന്നൊക്കെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ഗോൾഡ് പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ഫ്ലക്ച്വേഷൻസിലും ഒരു സ്റ്റെബിലിറ്റി വരാനുള്ള സാധ്യത ഇതുമൂലം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രൂഡ് ഓയിൽ വില കുറയുന്നത് തീർച്ചയായിട്ടും വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് കാണുന്നത്. കാരണം നമ്മുടെ പല മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലുള്ള കമ്പനികളും അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയലാണ് ക്രൂഡ് ഓയിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത സ്റ്റേബിളായിട്ടുള്ള സപ്ലൈ എന്ന് പറയുന്നത് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ പലവിധത്തിലുള്ള പോസിറ്റീവ് ന്യൂസുകളും വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു ബുള്ളിഷ്നെസ് രൂപപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പിലാണ് വലിയ മുന്നേറ്റം ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഇത്തരത്തിലുള്ള റിക്കവറി സമയത്ത് ലാർജ് ക്യാപ്പിലാണ് ആദ്യമൊക്കെ റിക്കവറി ഉണ്ടാകുക, പിന്നീടാണ് സ്മോൾ ക്യാപ്പിലേക്കും മിഡ് ക്യാപ്പിലൊക്കെ പോവുക. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നമ്മുടെ ഹ്യൂജ് സെല്ലിങ്ങിന് കാരണമായിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓവർ വാല്യൂഷൻ ആയിരുന്നു. ഇപ്പോൾ നിഫ്റ്റി 50യുടെ ഇപ്പോഴത്തെ PE റേഷ്യോ എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ അതൊരു 20 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് വന്നാലാണ് ഒരു ഫെയർലി വാല്യുവേഷൻ എന്ന് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ 41% ആണ് PE റേഷ്യോ. അതുപോലെ സ്മോൾ ക്യാപ്പിൽ 32.5 ആണ്, മൈക്രോ ക്യാപ്പിൽ 32.5. ഇപ്പോഴും ഈ ഒരു PE റേഷ്യോയിലാണ് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ശക്തമായ ബൈങ് സ്മോൾ ക്യാപ്പിൽ മിഡ് ക്യാപ്പിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഫ്യൂച്ചറിൽ ഇനിയും സെല്ലിങ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും മാർക്കറ്റിൽ കോഷ്യസ് ആയിട്ട് നിൽക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ശ്രദ്ധയിൽ വന്ന 2 സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക് NTPC ഗ്രീൻ ആണ്. ഇന്നാണ് അതിൻ്റെ IPO ലിസ്റ്റിംഗ് നടന്നത്. അപ്പോൾ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത് 111.5 പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്തത്. അതായത് ഏകദേശം 3.2% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ആണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പിന്നീട് ഈ സ്റ്റോക്ക് വൻതോതിലുള്ള ഒരു ബൈങ് ദൃശ്യമാകുകയും അങ്ങനെ അപ്പർ സർക്യൂട്ടിലേക്ക് പോവുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 12% ഒരു മൂവ് ഈ സ്റ്റോക്കിൽ ഉണ്ടായതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ IPO നവംബർ 19 മുതൽ നവംബർ 22 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഈ സ്റ്റോക്കിൽ ഉണ്ടായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാമത്തെ മാർക്കറ്റിൻ്റെ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ്. നമുക്കറിയാം മാർക്കറ്റ് വളരെയധികം വളറ്റിലിറ്റിയിലൂടെ കടന്നുപോയ സമയത്താണ് ഇവരുടെ IPO വന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഗ്രീൻ എനർജി സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന IPOകളിൽ വമ്പിച്ച ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാവാറുണ്ട്. ആ ഒരു ബുള്ളിഷ്നെസ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, ഇതിൻ്റെ ഇഷ്യൂ സൈസ് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ IPO അപ്ലൈ ചെയ്തവർക്കൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ ഇല്ലാതാക്കാൻ കാരണമായിട്ടുണ്ടാവാം. നമുക്കറിയാം ഈ 2024 വന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ IPO ആണിത്. ഹുണ്ടായിയുടെ 25,000 കോടിയുടെ IPOയും അതുപോലെ സ്വിഗ്ഗിയുടെ 14,000 കോടിയുടെ IPOയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ IPO ആണ് NTPC ഗ്രീനിൻ്റെ ഈ ഒരു IPO. അപ്പോൾ ഈ ഒരു ലിസ്റ്റിംഗ് ഗെയിന് ഇല്ലാതാകാനുള്ള വേറെയും കാരണങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് NTPC എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു PSU കമ്പനിയാണ്. മഹാരത്ന ഗണത്തിൽപ്പെട്ട ഒരു കമ്പനിയാണ് NTPC. കൂടാതെ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലുള്ള ഏറ്റവും വലിയ കമ്പനിയാണ് NTPC. കൂടാതെ ഇവർ ഇപ്പോൾ ഈ കമ്പനിക്ക് സോളാർ, വിൻഡ് പവർ ജനറേഷൻ അസറ്റുകളുണ്ട്. അതുകൂടാതെ ഹൈഡ്രോ ഇലക്ട്രിക് മാനുഫാക്ചറിങ് ഇവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ NTPC ഗ്രീനിൻ്റെ പ്രോഫിറ്റ് പോസിറ്റീവായിരുന്നു. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റി എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ ഫണ്ട് റൈസ് ചെയ്യാനുള്ള ശ്രമം NTPC നടത്തിയിട്ടുള്ളത്. കൂടാതെ അവരുടെ ഡെറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ടും ഈ പണം ഉപയോഗിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇതിൻ്റെ ആ ഒരു ആനുവലൈസ്ഡ് ഏർണിങ്സുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വളരെയധികം ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അഗ്രസീവായിട്ടുള്ളൊരു പ്രൈസിങ് ആയിരുന്നു അവിടെ നടന്നത്. കാരണം ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് PE റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 200 മേലെയാണെന്ന് കാണാം. അപ്പോൾ അത്രമാത്രം ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഇതിൻ്റെ IPO പ്രൈസ് വന്നത്. അതും ഈ സ്റ്റോക്കിലെ ലിസ്റ്റിംഗ് ഗെയിന് കുറയാൻ ഒരു കാരണമായിട്ടുണ്ടാവാം. അപ്പോൾ ഏതായാലും ഈ സ്റ്റോക്ക് ഇപ്പോൾ ലിസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം അവർ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്കിൽ അപ്ലൈ ചെയ്തതെങ്കിൽ ഇപ്പോൾ തന്നെ കിട്ടുന്ന ആ ഒരു ലിസ്റ്റിംഗ് ഗെയിനിൽ സ്റ്റോക്ക് വിറ്റുകൊണ്ട് ഇതിൻ്റെ ഒരു കറക്ഷൻ വരുവാണെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് തോന്നുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിൻ്റെ ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടിയിട്ടായിരുന്നു ഞാനിത് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇതിനെ സെല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഒരു ലോവർ പ്രൈസിൽ ഇത് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റുന്ന ഒരു ലോങ് ടേം സ്റ്റോക്കായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആണ്. കൂടാതെ NTPC പോലെയുള്ള ഒരു വലിയൊരു കമ്പനിയുടെ ഒരു സപ്പോർട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോങ് ടേമിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഇത് കാണാൻ കഴിയുക. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് വാർത്തകൾ തരുന്നത് ടാൽബ്രോസ് ഓട്ടോമാറ്റീവ് കമ്പോണൻറ്റ്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഏകദേശം 15% റാലി ഈ സ്റ്റോക്കിൽ നടക്കുകയുണ്ടായി. അപ്പോൾ ടാൽബ്രോസ് ഓട്ടോമാറ്റീവ് കമ്പോണൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് പ്രധാനമായിട്ടും ഓട്ടോ കമ്പോണൻറ്റ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അത് എക്സ്പോർട്ട് മേഖലയിലും ഡൊമസ്റ്റിക് അടിസ്ഥാനത്തിലും വളരെയധികം പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻറ്റ്സ്. അപ്പോൾ ഇവർക്ക് ഇന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചറിലൂടെ 475 കോടിയുടെ ഒരു ഓർഡർ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ശക്തമായ ഒരു റാലി ഇന്ന് നടന്നത്. 2000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണിത്. കറണ്ട് പ്രൈസ് 332 ആണ്. ഇതിൻ്റെ 52 വീക്ക് ആയി ഏകദേശം 16% കറക്റ്റ് ആയിട്ടാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത്. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 23 ഇൻഡസ്ട്രി PE 30 ഇൻഡസ്ട്രി PEയേക്കാൾ താഴെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നല്ലൊരു ROCയും അതായത് 21.4% ROCയും 17.2% ഒരു ROEയും കാണിക്കുന്ന നല്ല ഫണ്ടമെന്റൽസ് ഉള്ള ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് ഇത് കാണാൻ കഴിയുക. ഈ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 2 മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൽ ഒരു സ്പ്ലിറ്റ് 2023 നടന്നിരുന്നു. 1:5 എന്നുള്ള അടിസ്ഥാനത്തിലുള്ള ഒരു സ്പ്ലിറ്റ്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ പ്രൈസ് ഈ ഒരു 300 ലെവലിലേക്ക് വന്നിട്ടുള്ളത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെയോ വലിയ ഹോൾഡിംഗ് ഇതിൽ കാണാൻ കഴിയില്ല. അത് ഈ സ്റ്റോക്കിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൻ്റെ ആ ഒരു പ്രൈസിലുണ്ടാകാൻ പോകുന്ന ഒരു സ്റ്റെബിലിറ്റി എത്രമാത്രം നിലനിൽക്കുമെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഹോൾഡിംഗ് വർദ്ധിക്കുമ്പോൾ മാത്രമാണ്
ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടേം പൊസിഷനെ പറ്റി നമുക്ക് ആലോചിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റോക്കിൽ പബ്ലിക് ഹോൾഡിങ്ങിൽ നമുക്ക് ചില ബിഗ് ആയിട്ടുള്ള നെയിം കാണാൻ കഴിയും. ഒന്ന് വിജയ് കേഡിയയുടെ പേര് കാണാം, അതുപോലെ സഞ്ജയ് ദുഗാറിൻ്റെ പേര് കാണാം, ഡോളി കന്നയുടെ പേര് കാണാം, അതുപോലെ സഞ്ജീവ് പരേഖിൻ്റെ പേരുണ്ട്, അതുപോലെ ഗ്യാൻ എൻ്റർപ്രൈസസ്, അതുപോലെ ടാൽബ്രോസ് ഓട്ടോമാറ്റിക് കമ്പൗണ്ട്സ് ലിമിറ്റഡിൻ്റെ തന്നെ മറ്റൊരു സബ്സിഡിയറിയുടെ പേര് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ പബ്ലിക് ഹോൾഡിങ്ങിൽ ധാരാളം ബിഗ് ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിലുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണാൻ കഴിയും വിജയ് കേഡിയ അദ്ദേഹത്തിൻ്റെ ഹോൾഡിങ് കഴിഞ്ഞ വർഷം ഒഴിവാക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ സ്റ്റോക്ക് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ റിസൾട്ടുകൾ വാച്ച് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്കിനെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കായിട്ട് കാണാവുന്നതാണ്. കാരണം ഇതിൻ്റെ വാല്യുവേഷൻ വളരെയധികം റീസണബിളാണ്. അപ്പോൾ അടുത്ത ഓട്ടോ സെക്ടറിൽ ഉണ്ടാകുന്ന ഒരു ബൂമിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.